ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മൾ ആത്മജ്യോതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് ഭാഗവത ഭാഗവതത്തിലെ ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ ഭാഗവത സപ്താഹ വിധിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, സനകാദി മുനീന്ദ്രന്മാർ നാരദനോട് നാരദ സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നു, അല്ലയോ മുനീന്ദ്ര, ഞങ്ങൾ സപ്താഹ ശ്രവണ വിധിയെപ്പറ്റി ഇനി പറയാം. എങ്ങനെയാണ് ഭാഗവതം സപ്താഹമായിട്ട് 7 ദിവസമായിട്ട് നടത്തേണ്ടെന്നുള്ളതിനെ പറ്റി പറയുകയാണ്. വിധിപ്രകാരമുള്ള ധനം വേണം, ജനസഹായം, അത് കിട്ടിക്കഴിഞ്ഞാൽ സപ്താഹം നടത്താം. നമുക്കറിയാമല്ലേ, ഇന്നും നമ്മൾക്ക് സപ്താഹം നടത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വേണ്ടത് ഇത് തന്നെയാണ്. ആദ്യമായിട്ട് ഒരു ദൈവജ്ഞനെ വിളിച്ചിട്ട് സപ്താഹം നടത്തുന്നതിനുള്ള മുഹൂർത്തം നിശ്ചയിക്കണം. വിവാഹത്തിനും മറ്റും അതുപോലെ നല്ലതുപോലെ പണം ചെലവാക്കണം, ലോഭമില്ലാതെ ചെലവാക്കണം. പിന്നെ അതിന് പറ്റിയ സമയം പറയുന്നു. നഭസ്യം, ആശ്വിനം, ഊർജം എന്നുള്ളത് കാർത്തികയ എന്നാണ് പുസ്തകങ്ങളിൽ പറയുക. മാർഗശീർഷം, ശുചി എന്നുള്ളത് ആഷാഢമാസം, നഭസ് ശ്രാവണമാസം എന്നീ 6 ചാന്ദ്രമാസങ്ങളിൽ ഭാഗവതം ശ്രവിക്കുന്നത് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ എപ്പോഴും നടത്തിക്കൂടാ, അധിമാസങ്ങളിലും ഗ്രഹയുദ്ധമുള്ള കാലത്തും സപ്താഹം നടത്തരുത് എന്നും പറയുന്നു. ഇനി സപ്താഹത്തിൽ താല്പര്യമുള്ള കുറച്ച് പേരുണ്ടാവും അല്ലേ, അവരുടെയൊക്കെ സഹായം തേടണം. ഇത് നാട്ടിലെല്ലാം അറിയിക്കണം, എല്ലാവരെയും കുടുംബസമേതം ക്ഷമിക്കണം. ചിലർക്കാണെങ്കിൽ ഇങ്ങനെ ഹരികഥയൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല. ചിലർക്ക് ഈ കീർത്തനത്തെ ശല്യമായി കണക്കാക്കുന്നവരും കാണാം. ഇങ്ങനെ ഈ വിമുഖരായിരിക്കുന്ന ഇവരെയും മറ്റാൾക്കാരെയും സപ്താഹത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വിരക്തരായിരിക്കുന്നവരുണ്ട്, വൈഷ്ണവരുണ്ട്, ഭാഗവത ശ്രവണത്തിന് ഇച്ഛിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ എവിടെയെങ്കിലും ഭാഗവതം പറയുന്നു എന്ന് കേട്ടാൽ ഓടിപ്പോകും അല്ലേ, ജനങ്ങളുണ്ട്. അവർക്ക് പ്രത്യേകം ക്ഷണപത്രം തന്നെ അയക്കണം. അതായത് എങ്ങനെ, വളരെ ദുർലഭമായി കിട്ടുന്ന സപ്താഹവും സത്സംഗവും ഇവിടെ നടക്കുകയാണ്. സജ്ജനങ്ങളുടെ സംഘവും നടക്കുവാണ്. ആ പരമാനന്ദത്തെ അല്ലേ, ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ആ പരമാനന്ദത്തെ കിട്ടുകയാണ്. ആ കഥാപ്രസംഗം ഇവിടെയുണ്ട്. നിങ്ങളിതിൽ പങ്കുചേരണം. 7 നാളും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും 1 നാളെങ്കിലും വരണം. ഇത്തരത്തിലുള്ള അവസരങ്ങൾ അപൂർവമാണെന്ന് അറിയാമല്ലോ. ഇപ്രകാരം വിനയത്തോടുകൂടി ക്ഷണിക്കണമെന്ന് പറഞ്ഞു. ഇനി വന്നെത്തിയാലോ, അന്നത്തെ കാലത്ത് വന്നെത്തിയാൽ പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ താമസിക്കുന്നതിനുള്ള സ്ഥലം കൊടുക്കണം. എവിടെ വെച്ച് നടത്തണം? തീർത്ഥസ്ഥലത്തോ ചെറിയ വനത്തിലോ ഗൃഹത്തിലോ വെച്ചാണ് അന്ന് സപ്താഹം നടത്തിയിരിക്കുന്നത്. ആ സ്ഥലത്ത് അടിച്ച് വൃത്തിയാക്കിയിരിക്കണം. ഗൃഹോപകരണങ്ങളെല്ലാം ഒരു മൂലയിൽ ഒതുക്കി വെക്കണം എന്ന് പറയുന്നു. സപ്താഹം ആരംഭിക്കുന്നതിന് 5 ദിവസം മുമ്പ് തന്നെ അതിനുള്ള പായ മുതലായവ കൊണ്ടുവരണം. ഉന്നതമായിട്ട് മണ്ഡപത്തെ ഉണ്ടാക്കിയിട്ട് കുലവാഴകൾ കൊണ്ട് അലങ്കരിക്കണം. ഇന്നും നമ്മൾ പറയുന്ന ആ മണ്ഡപം അലങ്കരിക്കുന്നുണ്ടല്ലേ, അവിടെ കൂടി കെട്ടണം. പിന്നെ എന്താണ്, വക്താവ് പറയുന്ന ആൾക്കുള്ള ദിവ്യസ്ഥലത്തെ ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വക്താവ് എങ്ങനെയായിരിക്കണം? വിരക്തനായിരിക്കണം. അപ്പം രാഗങ്ങൾ രാഗഹ അങ്ങനെയായിരിക്കണം. വൈരാഗ്യം വന്നവനായിരിക്കണം. രാഗങ്ങൾ, അതായത് ഒന്നിനോടും അമിതമായ ആസക്തിയില്ലാത്ത ആളായിരിക്കണം. വിഷ്ണു ഭക്തനായിരിക്കണം. വേദത്തിലും വേദാംഗങ്ങളിലും ശ്രേഷ്ഠനായിരിക്കണം. യുക്തിപൂർവ്വം വ്യാഖ്യാനിക്കാൻ കഴിയണം. പറയുന്നതിനെ യുക്തിപൂർവ്വം വ്യാഖ്യാനിച്ച് സാധാരണ ജനങ്ങൾക്ക് നൽകാൻ കഴിയണം. ധീരനായിരിക്കണം. അതായത് ധീരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിനും വശം വരാനാകാത്ത ആളായിരിക്കണം. ധനാസക്തി ഇല്ലാത്ത ആളായിരിക്കണം. പല ശാസ്ത്രങ്ങളും അറിയാമെങ്കിലും അതിലേതാണ് ശരിയെന്നറിയാതെ ഭ്രമിക്കുന്നവരാകരുത്. ഇനി മുഖ്യ വക്താവിൻ്റെ അടുത്തായിട്ട്, പ്രധാനമായിട്ട് പറയുന്ന ആളുടെ അടുത്തായിട്ട് അദ്ദേഹത്തിനെ സഹായിക്കാനായി പണ്ഡിതനും ഭാഗവത കഥകൾ ജനങ്ങളെ കേൾപ്പിക്കുന്നതിൽ തൽപരനും അവരുടെ സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിൽ സമർത്ഥനുമായ ഒരാൾ എപ്പോഴും ഇരിക്കണം. പിന്നെ അദ്ദേഹം തയ്യാറാകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൂര്യോദയത്തിന് 3:45 നാഴിക മുമ്പ് തന്നെ ശൗചാദികൾ ചെയ്ത് സ്നാനാദികളൊക്കെ നിറവേറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭാഗവത പാരായണ സമയം അന്ന് പാരായണം ചെയ്താൽ മതി. സംസ്കൃതം എല്ലാവർക്കും അറിയാം. ആ സമയം നഷ്ടമാകാതിരിക്കാൻ സന്ധ്യാവന്ദനം മുതലായവ പരമാവധി ചുരുക്കി ചെയ്യണം. പിന്നെ വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഗണപതി ഭഗവാനെ പൂജിക്കണം. പിന്നെ പിതൃതർപ്പണം, ശ്രാദ്ധം ഇതൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ വക്താവ് അതിന് പ്രായശ്ചിത്തം ചെയ്യണം. പത്മം ഇട്ട് ഭഗവാൻ കൃഷ്ണനെ ആവാഹിച്ച് പൂജിക്കണം. പൂജാവസാനത്തിൽ പ്രദക്ഷിണം, നമസ്കാരം, സ്തുതി തുടങ്ങിയവ ചെയ്യണം. പിന്നെ ഇങ്ങനെ സ്തുതിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ഭാഗവത പാരായണത്തിന് മുമ്പ് ചൊല്ലുന്ന ശ്ലോകമാണ്, എല്ലാവർക്കും അറിയാം. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം
മാമുദ്ധര ഭവാർണവാത് അല്ലെങ്കിൽ സമുദ്ധര ഭവാർണവാത്. അലയോ കരുണാനിധേ, സംസാര സാഗരത്തിൽ മുങ്ങിയവനും ദീനനും ഈ കർമ്മമാകുന്ന മുതലയുടെ പിടിയിലകപ്പെട്ടവനുമായ എന്നെ രക്ഷിക്കണേ. നമ്മളെയെല്ലാം ഭഗവാൻ രക്ഷിക്കണം. ഭാഗവത ഗ്രന്ഥത്തെ പൂജിക്കണം. പിന്നെ സ്തുതിക്കണം. എന്താണ്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. എന്താണ്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഭഗവാൻ കൃഷ്ണൻ്റെ പ്രത്യക്ഷ രൂപമാണ് അല്ലേ? ഭഗവാൻ ഈ രൂപത്തിൽ അവതരിച്ചിരിക്കുന്ന എന്തിനാണ്? എന്നെ സംസാര സാഗരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ്. സപ്താഹം നടത്തുന്നതിനുള്ള ഈ ഉള്ളവൻ്റെ വിഗ്രഹങ്ങൾ, തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി തന്ന് സഫലീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുശേഷം ഇപ്രകാരം ദീനസ്വരത്തിൽ സ്തുതിച്ചിട്ട് ശ്രോതാവ് വക്താവിനെ പൂജിക്കുകയും വസ്ത്രമാല്യാദികൾ സമർപ്പിക്കുകയും ചെയ്യണം. പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മതജ്ഞാനം വിനാശയ. അല്ലയോ ശുഗരൂപനായ ഗുരു, സർവശാസ്ത്ര വിശാരദനായ അങ്ങ് ഈ ഭാഗവത കഥാപ്രകാശനം വഴി എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ വ്രതം ആരംഭിക്കണം. 5 ബ്രാഹ്മണരെ കൊണ്ട് വിഘ്നശാന്തിക്ക് വേണ്ടി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി ജപിപ്പിക്കണം. ശ്രേഷ്ഠ സ്ഥാനങ്ങളിൽ വൈഷ്ണവരായ മറ്റ് ബ്രാഹ്മണരെയും ഭാഗവതം സ്ഥിരമായി പാരായണം ചെയ്യുന്ന അന്യരായ ആചാര്യന്മാരെ ഇരുത്തണം. ഇനി സപ്താഹം കഴിയുന്നത് വരെ വീട്, പുത്രൻ, ഭാര്യ മുതലായവരെ കുറിച്ചുള്ള ലൗകിക കാര്യങ്ങൾ ചിന്തിക്കരുത്. ഭാഗവത ശ്രവണത്തിൽ പൂർണ്ണമായ ശ്രദ്ധയുണ്ടായാൽ മാത്രമേ, പറയുന്ന ആൾക്ക് അവിടെ ശ്രദ്ധ നിന്നാൽ മാത്രമേ ശ്രോതാവിന് ഫലം കിട്ടുകയുള്ളൂ. പിന്നെ സൂര്യോദയം മുതൽ 3:30 ഭാഗവത പാരായണത്തിന് ഉത്തമമായ സമയമാണ്. ഉച്ചത്തിൽ സ്ഫുടതയോടുകൂടി തന്നെ പാരായണം നടത്തണം. ഉച്ചയ്ക്ക് 2 നാഴിക നേരം പാരായണം നിർത്തിവെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് വിഷ്ണു ഭക്തന്മാർക്ക് അന്നത്തെ വിഷയങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്താം. മലമൂത്ര വിസർജനത്തിനൊക്കെ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആഹാരം കഴിക്കരുത്. ശ്രോതാക്കൾക്കും ഉണ്ട് വ്രതം. ഭഗവാന് നിവേദിച്ചത് ഒരു നേരം മാത്രം ഭക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കണം. 7 ദിവസവും ഉപവാസ വ്രതത്തോടുകൂടി കഥ കേൾക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ വ്രത ദീക്ഷയാണ് കുറച്ച് പറഞ്ഞിരിക്കുന്നത്. നിലത്ത് കിടന്നുറങ്ങണം, ഇലയിൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ, അതാത് ദിവസത്തെ പാരായണം കഴിഞ്ഞേ ഭക്ഷണം കഴിക്കാവൂ എന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്? ഇങ്ങനെ അത്യുത്തമമായ ഭാഗവത സപ്താഹ ശ്രവണം കോടി യജ്ഞങ്ങൾ ചെയ്താലുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി വിധിപ്രകാരമുള്ള വ്രതത്തോടുകൂടി ഉദ്യാപന സമർപ്പണം നടത്തണം എന്ന് പറയുന്നു. അതായത് ഉദ്യാപനം എന്ന് പറഞ്ഞാൽ വ്രത സമാപന കർമ്മം അത് നടത്തണം. ശ്രോതാക്കൾ ഭക്തിയോടുകൂടി വക്താവിനെയും ഭാഗവത ശ്രവണത്തെയും പൂജിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഹോമം ഒക്കെ നടത്താൻ കഴിവില്ലെങ്കിൽ ഹോമദ്രവ്യങ്ങൾ ദാനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് കുമാരന്മാർ, സനൽകുമാരാദികൾ പറയുകയാണ്, അല്ലയോ നാരദ മഹർഷിയെ, ഞങ്ങൾ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. എന്നിട്ട് അവർ സപ്താഹം തുടങ്ങി. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അത്യന്തം പുണ്യം നിറഞ്ഞ സപ്താഹം സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നതും ഭുക്തിയെയും മുക്തിയെയും പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെല്ലാം പുഷ്ടി പ്രാപിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പം നാരദ മഹർഷി പറഞ്ഞു, നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട്, അല്ലയോ സനകാദി മുരീന്ദ്രന്മാരെ, നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ധന്യനും അനുഗ്രഹീതനുമായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭാഗവത ശ്രവണം കൊണ്ട് ആ വൈകുണ്ഠവാസിയായ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ സിദ്ധിക്കുന്നുവല്ലോ. എന്നിട്ട് അപ്പോഴേക്കും ആര് വന്നു? സൂതൻ പറയുകയാണ്, വൈഷ്ണവോത്തമനായ നാരദൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ ശുക ബ്രഹ്മർഷി സഞ്ചാരമധ്യേ അവിടെ വന്നു. വ്യാസപുത്രനാണ്, എന്നും 16 വയസ്സ് പ്രായമുള്ള ആളാണ്. ആ ശ്രീശുക ജ്ഞാനസാഗരമാണ്. അവിടെ അതിൽ നിന്ന് ഉദയം ചെയ്തിരിക്കുന്ന ചന്ദ്രനെ പോലെയാണ്. അദ്ദേഹം പതുക്കെ ഭാഗവതത്തെ അവിടെ ചൊല്ലി. അപ്പം അദ്ദേഹം ശ്രീ ശുഗബ്രഹ്മർഷി പറയാൻ തുടങ്ങി, നിഗമകൽപ്പതരോർ ഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ. എന്താണ്? വേദമാകുന്ന കൽപ്പതരുവിൻ്റെ പക്വമായ ഫലമായിരിക്കുന്നതും ശുഗബ്രഹ്മർഷിയുടെ മുഖകമലത്തിലൂടെ, ആ താമരയിലൂടെ പ്രവഹിച്ചതും അമൃത രസ സംയുക്തവുമായ ഈ ഭാഗവതത്തെ രസജ്ഞന്മാരും ഭാഗ്യവന്മാരുമായ നിങ്ങൾ പിന്നെയും പാനം ചെയ്യണമെന്ന് പറഞ്ഞു.
എന്നിട്ട് ഇനി അടുത്തത് പറയുവാണ്, ധർമ്മ പ്രോച്ഛിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേ അത്ര കൃതിഭീശുശ്രൂഷിഭി തക്ഷണാത്. സാക്ഷാത് വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ ഈ ഭാഗവതത്തിൽ അത്യന്തം നിർമ്മലമായ ഭാഗവത ധർമ്മത്തെയാണ്, ആ ധർമ്മത്തെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. പരമശ്രേയസിനെ പ്രദാനം ചെയ്യുന്ന ഈ ഇതിൽ മാത്സര്യാദികൾ തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്ന് മുക്തരായ സജ്ജനങ്ങൾ അറിയാൻ ഇച്ഛിക്കുന്ന സത്യമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ഇനി താപത്രയങ്ങളെ നശിപ്പിക്കുന്ന ഈ പുരാണത്തെ ശ്രവിക്കുന്ന പുണ്യാത്മാക്കളുടെ ഹൃദയത്തിൽ ആര് വസിക്കുന്നു? സാക്ഷാൽ ശ്രീഹരി വാസം ചെയ്യുന്നു. ഈ ഭാഗവതം കൊണ്ട് മാത്രം സർവാഗ്രഹങ്ങളും വളരെ വേഗത്തിൽ സിദ്ധിക്കുമെന്നിരിക്കെ അന്യശാസ്ത്രങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവം അമലം ജ്ഞാനം പരം ഗീയതേ എത്ര ജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തത് ശൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്തിയാ വിമുച്ചീന്നരാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഭാഗവതം പുരാണങ്ങളുടെ തിലകമാണ്, വൈഷ്ണവർക്കുള്ള ധനം ഇതാണെന്ന് പറഞ്ഞിട്ട് പരമഹംസ പദവിയിൽ എത്തിച്ചേരുന്നതിനുള്ള പരമജ്ഞാനത്തെ ഇതിൽ നിന്ന് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നിവയിലൂടെ എങ്ങനെയാണ് നൈഷ്കർമ്മ സിദ്ധിയിൽ എത്തിച്ചേരാമെന്നതിനെക്കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നു. ഭക്തിയോടുകൂടി ഈ ഗ്രന്ഥത്തെ പഠിക്കുകയോ ശ്രവിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്ന മർത്യൻ മുക്തനായിത്തീരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെ ശ്രീശുകൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രഹ്ലാദൻ ഒരു അത്ഭുതം സംഭവിച്ചു. പ്രഹ്ലാദൻ, മഹാബലി, ഉദ്ധവർ, അർജുനൻ തുടങ്ങിയ ഭാഗവത ഉത്തമന്മാരോട് കൂടിയിട്ട് ആര് വന്നു? മഹാവിഷ്ണു ഭഗവാൻ ആ സഭാമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നാരദമുനി എല്ലാവരെയും പൂജിച്ചിരുത്തി. അവിടെ ഭഗവാനെ എല്ലാവരും ഭക്തിയോടുകൂടി സ്തുതിച്ചു. വിഷ്ണു ഭഗവാനെ ദർശിക്കുന്നതിനും സ്തുതിക്കുന്നതിനും വേണ്ടി ശിവൻ, പാർവതി, ബ്രഹ്മാവ് തുടങ്ങിയവരും വന്നു. ആ സ്തുതിക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി പ്രഹ്ലാദൻ താളം പിടിച്ചു. ഉദ്ധവർ ചേങ്ങിലകുട്ടി, നാരദമുനി വീണ വായിച്ചു. സപ്തസ്വര പട്ടുവായ അർജുനൻ മനോഹരമായി രാഗങ്ങൾ ആലപിച്ചു. സനകാദി മുനീന്ദ്രന്മാർ ജയഘോഷം മുഴക്കി. അപ്പം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അവിടെ നൃത്തം ചെയ്തു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്താഹയജ്ഞങ്ങളിൽ ഭക്തന്മാരോടുകൂടി ഇപ്രകാരം എഴുന്നള്ളും എന്നുള്ള ഒരു ഇതുണ്ടായി. അത് ജനങ്ങൾ അഭ്യർത്ഥിച്ചത് അനുസരിച്ചാണ് ഭഗവാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. ഇതിന് ശേഷം എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി. ഇനി പറയുകയാണ്, ഭഗവാന്റെ സ്വർഗാരോഹണം സ്വധാമഗമനം കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞ് പ്രൗഷ്ഠപഥ മാസത്തിലെ, അതായത് കന്നിമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസമാണ് ശ്രീശുകൻ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കാൻ ആരംഭിച്ചത്. അതിനും 200 വർഷം കഴിഞ്ഞ് ആഷാഢമാസത്തിലെ, അതായത് കർക്കിടക മാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസമാണ് ഗോകർണൻ സപ്താഹ ആരംഭിച്ചത്. അതിനും 30 വർഷം കഴിഞ്ഞ് കാർത്തിക മാസത്തിലെ വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസമാണ് സനകാദി മുനീന്ദ്രന്മാർ സപ്താഹ ആരംഭിച്ചത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു. മുനീന്ദ്രന്മാരെ, തുച്ഛമായ ഈ സംസാരത്തിൽ വിഷയാസക്തിയിൽ മയങ്ങി ദുഃഖിച്ച് കഴിയുന്ന മർത്യർ എന്ന് പറയുമ്പം മൃത്യു ഉള്ളവരാണ് മർത്യൻ. ഈ ഭാഗവത കഥാമൃതത്തെ കുറച്ചു സമയമെങ്കിലും പാരായണം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഈ അധ്യായം സമർപ്പിക്കുകയാണ് ഭാഗവത് പാദങ്ങളിൽ, നമ്മളും അങ്ങനെ സമർപ്പിക്കുന്നു. സർവ്വസിദ്ധാന്തങ്ങളുടെയും സാരം ചേർന്ന ഈ ഭാഗവതം അത്യന്തം രഹസ്യം നിറഞ്ഞതാണ്. ഇത്രത്തോളം നിർമ്മലമായ ഒരു ശാസ്ത്രം ലോകത്ത് വേറെ ഒന്നും തന്നെയില്ല. പരമാനന്ദത്തെ നൽകുന്നതും, നമ്മൾ ആനന്ദ സ്വരൂപികളാണ്, ദുഃഖസ്വരൂപികളല്ല. 12 സ്കന്ധങ്ങളിലായി കിടക്കുന്നതുമായ ഭാഗവതത്തിൻ്റെ ഈ ഭാഗവത സാരത്തെ, ഭാഗവത മാഹാത്മ്യത്തെ ആരാണോ ഭക്തിയോടുകൂടി ശ്രവിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നത്, അവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫലത്തെ നിശ്ചയമായും പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളും ഇത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരാഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ ശ്രവണവിധി കഥനം നാമ ഷഷ്ടോധ്യായ. ഹരി ഓം. സമാപ്തമിതം ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. ഹരി ഓം.